കഥയുടെ പ്രധാന വഴിത്തിരിവിലാണ് വില്ലന്റെ പ്രവേശം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് തോക്കെടുക്കുന്ന സുരേഷ് ഗോപിയെ പോലെ സിനിമയിൽ വില്ലന്റെ വരവ് പെട്ടെന്നായിരുന്നു. മേടിക്കാൻ പറ്റില്ല. എന്താണ് കാഴ്ചയിൽ തന്നെ റൗഡി ലുക്കുള്ള ഈ വില്ലൻ സ്വാമിയുടെ പേര് കണ്ണമ്മൂല ഭദ്രൻ എന്നാണ്. എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ട് ഒരു വാർത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വന്ന് പറയാൻ പറഞ്ഞു. ഓഫീസിൽ വന്നപ്പോ അവിടെ നിന്ന് എന്നെ അവഗണിച്ച് വിട്ടു. സിനിമയുടെ സൗകര്യത്തിനു വേണ്ടി ഹിമവൽ ഭദ്രാനന്ദ എന്നാണ് ഭദ്രൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇടത് കൈയിൽ തോക്കും വടി പോലെ തേച്ചു നിർത്തിയ കാവിക്കുപ്പായവും ആവശ്യത്തിന് രുദ്രാക്ഷവും സമാസമം ചേർത്താൽ കണ്ണമ്മൂല ഭദ്രനെ സ്വാമി ഹിമവൽ ഭദ്രാനന്ദയാക്കാം. നന്മയുടെ മഹാസൂക്തങ്ങൾ ഉരുവിടാൻ അവതരിച്ച ഭദ്രന് പക്ഷേ നാവിൽ തെറി മാത്രമേ വരൂ. പോലീസുകാർ വരില്ലെന്നല്ല, ഞാൻ നല്ലവരായിട്ടുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് തന്നെ ഇരിക്കാം. ഞാൻ ആലുവ സി ഓഫീസിലായിരിക്കും. ആലുവ സി ഓഫീസിലുണ്ട്. ആത്മഹത്യ ഭീഷണി മുഴക്കുകയല്ല, ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്തു തീർക്കണം, അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സീനിൽ ഭദ്രൻ സ്വാമിയുടെ കയ്യിൽ നിന്നും തോക്കറിയാതെ പൊട്ടുമ്പോൾ വില്ലൻ കോമഡി ആർട്ടിസ്റ്റായി മാറുകയും ചെയ്യും. എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ജീവിക്കാനും സമ്മതിക്കില്ല, മരിക്കാനും സമ്മതിക്കില്ല. നിങ്ങൾ